ഇന്നൊരു നല്ല ബീഫ് സ്റ്റൂ റെസിപ്പിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു സിമ്പിൾ മെത്തേഡാണ്. ആദ്യം നമ്മൾ ബീഫ് നന്നായി കഴുകി കുക്കറിൽ വെച്ച് അതിൻ്റെ കൂടെ നല്ല മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി പേസ്റ്റും ഒക്കെ ചേർത്ത് ഉപ്പും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഉരുളിക്കകത്ത് ഇച്ചിരി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ കിഴങ്ങും ക്യാരറ്റും പിന്നെ സബോളയും പച്ചമുളകും ചിലർ ബീൻസ് ചേർക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ബീൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് അത്ര എണ്ണയ്ക്കായിട്ട് തന്നെ അത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കില്ല. കാരണം വെള്ളമൊക്കെ വെച്ച് ചിലപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ചുവ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ആ സമയത്ത് ആ കുക്കറിലിരുന്ന ആ ബീഫ് വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടിക്കോളും. അപ്പോൾ ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ സമയത്തിനുള്ളിൽ നമ്മളവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കണം. അതായത് 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ എന്നും പറഞ്ഞുകൊണ്ട് 3 പാൽ റെഡിയാക്കണം. ആദ്യം നമ്മൾ 3-ാം പാൽ ഒഴിക്കും. പിന്നെ ഗ്രാജുവലി 2, 1 അങ്ങനെയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ 3-ാം പാൽ ഒഴിച്ചു. അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട് 3-ാം പാൽ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ ഇളക്കും. ലാസ്റ്റിലെ 1-ാം പാൽ ഒഴിക്കത്തുള്ളൂ. ആദ്യം 3-ാം പാൽ ഒഴിക്കുക. വേറെ മസാലകളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇപ്പം ഓൾറെഡി നമ്മൾ കുക്കറിൽ അടിക്കാൻ നേരത്തേക്കിന് വെച്ച് ആ മസാലകളെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ആ 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം ആ കുക്കറിൽ ഓൾറെഡി ബീഫ് വെന്തായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് ഒന്നും കൂടെ ഇച്ചിരി വേവിക്കാനായിട്ട് അതിനെ വെക്കുക. കുക്കറിൽ ബിസിലിടേണ്ട ആവശ്യമില്ല, അല്ലാതെ വെക്കുക. അത് കഴിയുമ്പോൾ കുക്കറിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിച്ചു. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ കുക്കറിൽ വെച്ചതിന് ശേഷം മസാല കുറവെന്ന് പറയുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൻ്റെ അതിൻ്റെ തിളവ് വന്ന് കഴിയുമ്പോൾ നമുക്കിനി 1-ാം പാൽ അത് ഒഴിക്കാവുന്നതാണ്. 1-ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നല്ല തിളവ് വന്നപ്പോൾ 1-ാം പാൽ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി തന്നെ തിളപ്പിക്കത്തില്ല കേട്ടോ. കാരണം ഒത്തിരി തിളപ്പിക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക്